Stars on Air. Stars on Air. The Celebrity Talk Show. With RJ Tushara. റേഡിയോ മലയാളം 98.6 ഇത് സ്റ്റാർസ് ഓൺ എയറിന്റെ ടൈമാണ്. കൂടെയുണ്ട് RJ തുഷാര. നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം രാധിക രാധാകൃഷ്ണൻ. വെൽക്കം ടു സ്റ്റാർസ് ഓൺ എയർ. താങ്ക് യു തുഷാര. സ്പായ് ആണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിശേഷം അല്ലേ? യെസ് സ്പായ് ആണ് ഇപ്പൊ. സ്പാന്റെ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ പോവാണ്. നമുക്ക് ഈ സിനിമയെ കുറിച്ച് തന്നെ ഒന്ന് സംസാരിച്ചു പോവാം. വാട്ട് കൈൻഡ് ഓഫ് മൂവി ഇസ് സ്പാ എന്നുള്ളത് ഒന്ന് നമുക്ക് ഇപ്പൊ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അധികം സസ്പെൻസ് പുറത്തു വിടാണ്ട് ജസ്റ്റ് ലൈക്ക് യുനോ ബ്രീഫ്ലി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ? സ്പാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡൾട്ട് കോമഡി സിനിമയാണ്. അത് നമ്മൾ മലയാളികളുടെ സദാചാര ബോധത്തെയും ഒരു ആക്ഷേപഹാസ്യ രൂപത്തിൽ പറയുന്ന ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു അഡൾട്ട് കോമഡി. പക്ഷെ അഡൾട്ട് കോമഡി എന്ന് കേൾക്കുമ്പോ എ സർട്ടിഫിക്കറ്റ് എന്നൊക്കെ കേൾക്കുമ്പോ പെട്ടെന്ന് ആൾക്കാർ വിചാരിക്കും ഇതില് ഒട്ടും കാണാൻ പറ്റാത്ത രംഗങ്ങളുണ്ട്. പക്ഷെ ഇല്ല, കണ്ടു കഴിയുമ്പോ തന്നെ ആൾക്കാർ പറയുന്നത് അങ്ങനെയാണ്. ഒരു എ സർട്ടിഫിക്കറ്റ് സിനിമ ഇത്ര വൃത്തിയിലെടുത്തിരിക്കുന്നത് ആദ്യമായിട്ട് കാണുന്നത്. ഈ സ്പാ എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് കേട്ടപ്പോ രാധികയുടെ മൈൻഡിൽ ആദ്യം വന്നൊരു തോട്ട് എന്തായിരുന്നു? ഫിയർ. യാ. ബിക്കോസ് ആദ്യം ഞാൻ ഷൈൻ സാറിന്റെ കൂടെ ഞാൻ റേച്ചൽ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് സാറെ പരിചയം. അപ്പോ സാറ് അത് കഴിഞ്ഞ് ഈ സ്പാ സിനിമ സാറിന്റെ മനസ്സിലൊരു തോട്ട് വന്നപ്പോ എന്നോട് ഇങ്ങനെ ചോദിച്ചിരുന്നു, രാധയ്ക്ക് ഒരു ക്യാരക്ടർ ചെയ്യാൻ താല്പര്യമുണ്ടോ? അപ്പോ നമുക്ക് നമ്മൾ കംഫർട്ട് സോണിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ സാർ അതെനിക്ക് ചെയ്യാനൊരു ധൈര്യക്കുറവുണ്ട്. അപ്പൊ സാർ പിന്നെ എന്നെ നിർബന്ധിച്ചൊന്നുമില്ല. സാറ് ശരി കുഴപ്പമില്ല സാർ, ഒരുപാട് ആൾക്കാരോട് ചോദിക്കുന്ന കൂട്ടത്തിൽ എന്നോട് ചോദിച്ചതേ. പിന്നെ ഷൂട്ട് തുടങ്ങുന്നതിന്റെ ഒരു 5-6 ദിവസം മുന്നെയാണ് സാറിന് വേറൊരു ക്യാരക്ടർ തലയിൽ വന്നത്. ആൻഡ് ആ ക്യാരക്ടറിന് ഞാൻ കറക്റ്റ് ആയിരിക്കും സാറിന് തോന്നി. അപ്പൊ അതിൽ ഈ മാത്തൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്. അത് ആ ക്യാരക്ടർ സാറിന് മനസ്സിലേക്ക് വന്നപ്പോ ആ ക്യാരക്ടറിന് കൂടെ നിൽക്കാൻ ഒരാൾ വേണം. അപ്പൊ അങ്ങനെയാണ് സാറിന് തോന്നിയത് അത് ഞാൻ അതിൽ ഫിറ്റ് ആവുന്നു. അങ്ങനെ സാർ ഒരു 5-6 ദിവസം മുന്നേ എന്നെ വിളിച്ചിട്ട് രാധിക വന്നോ, പെർഫോം ചെയ്യാൻ കുറെ സ്പേസ് ഉള്ള സിനിമയാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ ഞാൻ വീഴും. ഞാൻ പറഞ്ഞു ഓക്കെ സാർ ഞാൻ വരാം, എനിക്ക് കഥയോ എന്താ ഇതിന്റെ ക്ലൈമാക്സ് ഇതിന്റെ പ്രോഗ്രസ് എങ്ങനെയായി കഥയുടെ ഒന്നും എനിക്കറിയില്ല. സാറെ വിളിച്ചു, ഞാൻ പോയി. അത്രേ ഉള്ളൂ, എനിക്ക് അത്രേ ഉള്ളൂ. ആൻഡ് ഓഫ് കോഴ്സ് രാധികയുടെ ക്യാരക്ടറിനെ കുറിച്ചും കൂടെ സംസാരിച്ചു പോകാം. ഈ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് വൺസ് യു ആർ ഓൺ സെറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല എനിക്ക് അങ്ങനെ അത്ര ഒരു പ്രിപ്പറേഷൻ വേണ്ടി വരുന്ന ക്യാരക്ടേഴ്സ് ഒന്നും എനിക്ക് അങ്ങനെ സത്യം പറഞ്ഞാൽ വന്നിട്ടില്ല. പിന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള ക്യാരക്ടേഴ്സിന് വേണ്ടി എന്തെങ്കിലും പ്രിപ്പറേഷൻ നേരത്തെ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവിടെ പോകുമ്പോ കോളായി പോകും. അപ്പൊ പിന്നെ ഞാൻ എടുക്കില്ല. ബിക്കോസ് നമുക്കൊരു സ്ക്രിപ്റ്റ് തരുമ്പോ നമ്മുടെ തലയിൽ അതിന്റെ ഒരു ഐഡിയ വരും. അപ്പൊ നമ്മൾ അത് വെച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് പറഞ്ഞു നോക്കിയിട്ടൊക്കെ പോകും. പക്ഷെ അവിടെ എത്തുമ്പോഴാണ് മനസ്സിലാവുക ഡയറക്ടറുടെ വിഷൻ വേറെയാ. അത് മോഡുലേഷൻ വേറെ ആയിരിക്കും, ലുക്ക് വേറെ ആയിരിക്കും. അപ്പൊ നമ്മള് നേരത്തെ പഠിച്ചിട്ട് പോയത് ശരിയായില്ലെങ്കിൽ അവിടെ ചെന്ന് അത് അൺലേൺ ചെയ്യാൻ പാടാ. അപ്പൊ പിന്നെ ഞാനിപ്പോ ഒന്നും പ്രിപ്പയർ ചെയ്യില്ല, ഞാൻ നേരെ അങ്ങോട്ട് കയറിപ്പോ അവിടെ ചെന്ന് നോക്കാൻ എന്താന്ന് വെച്ചാൽ. അതെ. ഓക്കെ, ഇപ്പൊ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് സ്പാ എന്ന സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാനായിട്ടുള്ള ഒരു 3 റീസണിൽ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും ആ റീസൺസ്? ഓക്കെ, ഫസ്റ്റ് വൺ, മലയാളത്തിൽ ഇതുപോലത്തെ ഒരു സിനിമ, മലയാളത്തിലെന്നോ അല്ലെങ്കിൽ ഇന്ത്യൻ ഭാഷകളിൽ ഇതുപോലത്തെ ഒരു സിനിമ കണ്ടിട്ടില്ല. ഞങ്ങൾ ആരും തന്നെ കണ്ടിട്ടില്ല ഇതുവരെ. ഇതുപോലത്തെ ഒരു സിനിമ ഇന്ത്യൻ ഭാഷകളിൽ വേറെ ഉണ്ട് എന്ന് ആരും പറഞ്ഞും കേട്ടിട്ടില്ല. ഇന്റർനാഷണലി ഉണ്ടോ എന്ന് അറിയില്ല. സോ മലയാളത്തിലോ നമ്മുടെ റീജിയണൽ ലാംഗ്വേജസിലൊന്നും ഈ സിനിമ ഇതുവരെ വന്നിട്ടില്ല. രണ്ടാമത്തെ സാധനം, നമ്മൾ ഈ തിയേറ്ററിൽ പോയി കാണുമ്പോൾ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് എസ്പെഷ്യലി കോമഡി സിനിമകൾക്ക് നമ്മുടെ കൂടെ ഇരിക്കുന്ന ആളുകൾ ചിലപ്പോ നമ്മുടെ കൂടെ വന്നിട്ടുള്ള 1-2 പേരായിരിക്കും നമ്മുടെ ഫ്രണ്ട്സ്. ആ തിയേറ്ററിൽ ബാക്കിയുള്ളവരൊക്കെ സ്ട്രേഞ്ചേഴ്സ് ആണ്. പക്ഷെ ഈ തമാശ കേൾക്കുമ്പോൾ എല്ലാരും ചിരിക്കും. സോ ഈ കൂട്ടത്തോടെ നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരുടെ ഒരുമിച്ചിരുന്ന് ചിരിക്കുന്ന ഒരു വൈബ് ഉണ്ടല്ലോ, അത് ഭയങ്കര രസമാണ്. ഞങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഞങ്ങൾ എവറി ഡേ ഏതെങ്കിലും ഒരു ഷോന് പോകും, ഞങ്ങള് ക്രൂ എല്ലാരും കൂടെ. അപ്പൊ അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്കറിയാം ഒരു സൈഡിൽ നിന്ന് ഒരാൾ ചിരിച്ചു തുടങ്ങിയ ഹോൾ തിയേറ്റർ ചിരിക്കാൻ തുടങ്ങും. അപ്പൊ അത് ഭയങ്കര ഒരു കിക്കാ നമുക്ക് ആർട്ടിസ്റ്റുകൾക്കും അത് കാണുമ്പോ. സോ സെക്കൻഡ് റീസൺ അതാണ്. ആൻഡ് തേർഡ് റീസൺ ഓഫ് കോഴ്സ് എബ്രിഡ് ഷൈൻ എന്നുള്ള ഒരു ബ്രാൻഡ് തന്നെയാണ്. ഇപ്പൊ ആക്ഷൻ ഹീറോ ബിജു എന്നുള്ള സിനിമ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു ദിവസം നടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ഇതൊരു സ്പാനകത്ത് ഒരു ദിവസം നടക്കുന്ന കാര്യങ്ങളാണ്. സോ യെസ്, ഇത് 3 റീസൺസും ആണ്. അടിപൊളി. ഞാൻ ആക്ച്വലി എന്റെ അടുത്ത ചോദ്യം എബ്രിഡ് ഷൈനെ കുറിച്ച് തന്നെയാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ ആക്ഷൻ ഹീറോ ബിജു ആണെങ്കിലും 1983 പോലത്തെ ഹിറ്റുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു ഡയറക്ടറാണ്. ആൻഡ് യു ഓൾറെഡി വർക്ക്ഡ് വിത്ത് ഹിം ഇൻ റേച്ചൽ. ബട്ട് വാട്ട് ഈസ് ഹിസ് വർക്കിംഗ് സ്റ്റൈൽ ലൈക്ക് ആസ് എ ഡയറക്ടർ? സാറിന്റെ വർക്കിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആർട്ടിസ്റ്റ് ഫുള്ളി
അവിടെ വില്ലിങ് ആവുക എന്നുള്ളൊരു സാധനമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ അതായത് ബിക്കോസ് സാറിന്റെ ഒരു രീതി വെച്ചിട്ട് ഇപ്പൊ ഞാൻ വേറെ പ്രോജക്ട്സിൽ വർക്ക് ചെയ്യുമ്പോൾ അവര് പ്രോപ്പർ സ്ക്രിപ്റ്റ് എഴുതി നമുക്ക് തലേ ദിവസം സ്ക്രിപ്റ്റ് അയക്കും, നാളത്തെ സീൻ ഇതാണ് എന്ന്. അപ്പൊ നമുക്കറിയാം നാളെ നമ്മൾ പോയിട്ട് ഇന്ന സാധനം ചെയ്യേണ്ടത്. പക്ഷെ സാറിന് കുറച്ചും കൂടി അപ്പ വരുന്ന കാര്യങ്ങളാണ് സാർ അപ്പ നമ്മളോട് ചെയ്യാൻ പറയാം. സോ നമ്മള് ഒരു പ്രിപ്പറേഷൻ എടുത്തിട്ട് പലപ്പോഴും ഡയലോഗ് പ്രോംപ്റ്റ് ചെയ്യുന്ന ആള് സാറ് തന്നെയായിരിക്കും. കാരണം സാർ അപ്പ് ഉണ്ടാക്കുന്ന ഡയലോഗ്സ് ആണത്. സാറ് തലയിൽ വരുന്ന അപ്പൊ വരുന്ന ഡയലോഗ്സ് ആണ്. അപ്പൊ നമുക്ക് അയ്യോ നമ്മള് നേരത്തെ ഇത് കിട്ടിയിരുന്നെങ്കിലേ പഠിച്ചു പറയാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സ്റ്റേജിലുള്ള ആൾക്കാരാണെങ്കിൽ മേ ബി കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും അവർക്ക്. നമ്മള് എന്ത് വന്നാലും സാറ് പറയുന്ന കാര്യം അപ്പൊ പറയുന്നത് അപ്പൊ ചെയ്യാന്നുള്ളൊരു വില്ലിങ്നെസ് ഉണ്ടല്ലോ, അത് കൊണ്ടുപോകുന്ന ആർട്ടിസ്റ്റുകളാണ് സാറ് കുറച്ചും കൂടി നന്നായിട്ട് പിഴിഞ്ഞെടുക്കും. അങ്ങനത്തെ ആൾക്കാരെ സാർ അവരുടെ എല്ലാ എസൻസും നമുക്ക് പോലും അറിയില്ല നമുക്ക് എന്തൊക്കെയാ ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ സാർ അത് ചെയ്യിപ്പിക്കുമ്പോഴാണ് എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുമല്ലേ എന്ന് നമുക്ക് തോന്നുക. രാധിക, ഞാൻ ചോദിച്ചോട്ടെ, ഈ ഒരു സിനിമ റിലീസ് ആവുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ വൈറലായത് ഇതിലെ ആ ഒരു പാട്ട് തന്നെയാണ്, ഹൃദയവതി. സോ ബ്യൂട്ടിഫുൾ. ഇത്രയ്ക്ക് വൈറൽ ആവുന്ന പ്രതീക്ഷിച്ചിരുന്നു ആ പാട്ട് തന്നെ? ആ പാട്ട് തന്നെ ഞാൻ പ്രോജക്റ്റിൽ ഇന്നാവുമ്പോ ആ പാട്ട് തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോ എനിക്ക് തോന്നുന്നു സാറിന് ഞാൻ ഡാൻസ് കളിക്കുന്നുള്ളത് സാറിന് അറിയാം. പിന്നെ ഈ ക്യാരക്ടറിന്റെ ഒരു ഡെവലപ്മെന്റ് വന്നപ്പോ അങ്ങനെ ഒരു പാട്ട് അവിടെ പ്ലേസ് ആയാൽ നല്ലതായിരിക്കും എന്ന് സാറിന് തോന്നി. അപ്പൊ അത് ആക്ച്വലി സിനിമ കാണുമ്പോ ആ പാട്ട് ഇപ്പൊ നിങ്ങൾക്ക് അത് ക്യൂട്ടായിട്ടാണ് തോന്നുന്നെങ്കിൽ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അത് ഭയങ്കര ഫണ്ണി ആയിട്ടായിരിക്കും തോന്നുക. ആ സീനിന്റെ കൂടെ വരുമ്പോഴാണ് അതിന്റെ ഒരു സുഖം മനസ്സിലാവുക. അപ്പോ ആ പാട്ട് ആ ക്യാരക്ടേഴ്സ് അങ്ങനെ വന്നപ്പോ അവിടെ ഒരു പാട്ട് വന്നാൽ കൊള്ളാന്ന് സാറിന് തോന്നി. അപ്പൊ എന്നോട് ഇങ്ങനെ പറഞ്ഞു നമുക്ക് ഇതിലൊരു പാട്ട് വെക്കാമെന്ന്. അപ്പൊ എനിക്ക് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. കാരണം ഇന്നത്തെ സിനിമകളിൽ അങ്ങനെ പാടി ഡാൻസ് കളിക്കാൻ പറ്റുന്ന പാട്ടുകളൊന്നും ഇല്ലല്ലോ. അപ്പൊ ഞാൻ അതിന് ഭയങ്കര എക്സൈറ്റഡ് ആയി. അപ്പൊ പിന്നെ നമ്മള് സിനിമ മുഴുവൻ തീർത്ത് ഷൂട്ട് ബ്രേക്ക് ചെയ്ത് പിന്നെ ഒറ്റ ദിവസം കൊണ്ടാണ് ആ ഫുൾ സോങ് ഷൂട്ട് ചെയ്തത്. ഒറ്റ ഡേ ലൈറ്റില് രാവിലെ 6 മണിക്ക് തുടങ്ങി വൈകുന്നേരം 6 മണിക്ക് തീർത്ത ഒരു സോങ് ആണത്. അതിന് ആ സോങ്ങിന് ഇത്രയും രസം വന്നത് വിനീതട്ടിൽ ആ ക്യാരക്ടർ ആയതുകൊണ്ടാണ്. ബിക്കോസ് അദ്ദേഹത്തിന് ഡാൻസ് അത്ര അറിയുന്ന ഒരാളല്ല. പക്ഷെ എനിക്ക് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഈ ക്യാരക്ടർ കളിക്കുന്ന പോലെ കളിക്കും എന്നുള്ളൊരു ഇതിൽ കളിച്ചപ്പോഴാണ് ആ പാട്ട് അത്രയും ശ്രദ്ധിച്ചത് ആൾക്കാര്. It's on loop. നമ്മൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറന്നു കഴിഞ്ഞാൽ because everywhere this video is there, it's like on loop in our head also. രാധിക, ഞാൻ ചോദിച്ചോട്ടെ, ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു സിനിമയ്ക്ക് യെസ് പറയുന്ന ഒരു പ്രോസസ്സിനെ കുറിച്ച് സംസാരിച്ചു പോകാം. ഒരു ക്യാരക്ടറിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സിനിമയിൽ നിന്ന് വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് യു സീക്ക്? എനിക്ക് എന്നെ എപ്പോഴും അട്രാക്ട് ചെയ്തിട്ടുള്ളത് ക്യാരക്ടർ റോൾസ് ആണ് ഫസ്റ്റ് തിങ്. ഞാനിപ്പോ അതുകൊണ്ട് ഇപ്പോ സിനിമയിലെ എത്ര ഡ്യൂറേഷൻ ഉള്ള ക്യാരക്ടർ ആണെന്നൊന്നും ഞാൻ നോക്കാറേ ഇല്ല. വരുന്ന ക്യാരക്ടർ നല്ലതാണെങ്കിൽ അത് ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ആ സിനിമയിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിലേ ഞാനത് എടുക്കാറുള്ളൂ. അതെന്റെ ഒരു അഹങ്കാരമായിട്ടല്ല, പക്ഷെ അതിന് എനിക്ക് തോന്നുന്നു അതിനുള്ളൊരു പ്രിവിലേജ് എനിക്ക് ഉണ്ടായി. അതിൽ ഞാൻ ഭയങ്കര ഫോർച്ചുനേറ്റ് ആണെന്ന് പറയേണ്ടി വരും. ബിക്കോസ് ഇപ്പോ സിനിമ ഒരു ജീവിതമാർഗമാവുമ്പോ നമുക്ക് ഇന്നത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാനുള്ള ഒരു ഇത് കുറച്ച് കുറവായിരിക്കും. നമുക്ക് പൈസ വേണം എന്നുള്ളപ്പോ നമ്മള് ആ ക്യാരക്ടറിന് എത്ര കോൺട്രിബ്യൂഷൻ ചെയ്യുന്നൊന്നും ആലോചിക്കാതെ ചിലപ്പോൾ നമ്മൾ എടുക്കും. പക്ഷെ ലക്കിലി എനിക്ക് അങ്ങനത്തെ ഒരു പോയിന്റിലല്ല. പിന്നെ ഞാൻ സിനിമ ഭയങ്കരമായിട്ട് ഡ്രീം ചെയ്തിട്ടുള്ള ഒരാളൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് കുറച്ച് കംഫർട്ട് സോണിൽ ഇരിക്കാൻ ഇഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് ആ സിനിമയ്ക്ക് ആ ക്യാരക്ടറിനെ കൊണ്ട്, അതായത് സിനിമ കണ്ടു കഴിഞ്ഞ ആൾക്കാർ ആ ക്യാരക്ടറിനെ പറ്റി പറയണം. എന്റെ ഒറ്റ ലക്ഷ്യം അത് മാത്രമേ ഉള്ളൂ. ഞാൻ ആ സിനിമ രാധിക ആ സിനിമയിൽ ഉണ്ടായിരുന്നല്ലേ എന്നാരെങ്കിലും ചോദിക്കുന്ന ക്യാരക്ടേഴ്സ് എനിക്ക് ചെയ്യണം എന്നില്ല. അപ്പൊ അതില് ആൾക്കാർ എന്റെ സിനിമ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ എന്റെ ക്യാരക്ടർ ഓർത്തു വെക്കണം, അതിനെ പറ്റി പറയണം, സംസാരിക്കണം. അത് എത്ര കുറച്ച് ഡ്യൂറേഷൻ ആയാലും എനിക്ക് കുഴപ്പമില്ല. That's nice. അത് പറയുമ്പോൾ we have to talk about അപ്പൻ ആൻഡ് ഷീല എന്ന ക്യാരക്ടർ, because I think മലയാളം സിനിമ is somewhere നമുക്ക് ഈ സ്ട്രോങ് കോംപ്ലെക്സ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാരക്ടേഴ്സ് കാണാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് മലയാളം സിനിമ. ആൻഡ് ഐ തിങ്ക് ദിസ് പെർട്ടിക്കുലർ ക്യാരക്ടർ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഹാസ് സ്റ്റേഡ് വിത്ത് അസ് സിൻസ് ദ മൂവി ഈസ് റിലീസ്ഡ്. ആൻഡ് ഇപ്പോഴും എനിക്ക് തോന്നുന്നു രാധികയുടെ അടുത്ത് ഇന്റർവ്യൂസിലൊക്കെ ചോദിക്കുമ്പോഴും ഈ ഒരു സിനിമ വരുന്ന ഒരു സംഭവം. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഷീല ആൻഡ് വാട്ട് ദാറ്റ് ക്യാരക്ടർ മെന്റ് ടു യു. ഷീല ഞാൻ പറഞ്ഞില്ല, എന്റെ ജീവിതത്തിലെ ഒരു ബിഗ്ഗസ്റ്റ് ടേണിംഗ് പോയിന്റ് അതായിരുന്നു. കാരണം ഞാനിങ്ങനെ തുഷാരിക്കറിയാം, ഞാൻ RJ ആയിരുന്നു. അപ്പൊ RJing ഒക്കെ ചെയ്ത് പിന്നെ ആങ്കറിംഗ് ഒക്കെ ചെയ്ത് ഇങ്ങനെ എന്റെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും തീർന്നു, ഞാൻ സെറ്റിലായി എന്ന് വിചാരിച്ച സമയത്താണ് കൊറോണ വന്നത്. അപ്പൊ പിന്നെയും ഷൂട്ട്സ് ഇല്ല, ഒന്നുമില്ല, എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഇരിക്കുന്ന ഒരു ടൈമാണ്. അപ്പൊ എന്റെ ഒരു ഓപ്ഷനും ഇല്ല.
അപ്പോ അങ്ങനെ ഇരിക്കുമ്പോ ഈ ഫോട്ടോഷൂട്ട്സ് ഒക്കെ ചെയ്യാന്നുള്ളൊരു സാധനം തലയിൽ വന്ന് അങ്ങനെ ഫോട്ടോഷൂട്ട്സ് ചെയ്തപ്പോഴാണ് അപ്പന്റെ ഡയറക്ടർ ഇത് കണ്ട് എന്നെ ഒരു ഓഡിഷന് വിളിക്കുന്നത്. അപ്പോഴും എനിക്ക് എന്റെ മനസ്സിൽ ഒരിക്കലും സിനിമയിൽ ഞാൻ അഭിനയിക്കുന്നൊന്നും വിചാരിച്ചിട്ടില്ല. അപ്പൊ അവിടെ ഓഡിഷന് പോയപ്പോ എന്നെ അവർ റിജക്ട് ചെയ്തു. എന്റെ അഭിനയം ഭയങ്കര ഡാൻസ് പോലെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോഴും എനിക്ക് ഒരു സങ്കടം തോന്നിയിട്ടില്ല, ബിക്കോസ് ഞാൻ ആഗ്രഹിച്ചിട്ടില്ലല്ലോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് എന്നെ വീണ്ടും വിളിച്ച് പറഞ്ഞു ലുക്ക് വൈസ് അവർക്ക് ഞാൻ ഓക്കെയാണ്, അപ്പൊ പെർഫോമൻസിന് വേണ്ടി നമുക്കൊരു വർക്ക്ഷോപ്പ് തരാം, അത് കഴിഞ്ഞിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പോ എനിക്ക് മറ്റേ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് വിടില്ല, അങ്ങനത്തെ ഒരു സ്വഭാവം എനിക്കുണ്ട്. അപ്പൊ ഞാൻ ആ ഓപ്പർച്യൂണിറ്റി വിട്ടില്ല. അവരിങ്ങനെ ഒരു കാശ് മുടക്കി എനിക്ക് പഠിപ്പിക്കാൻ വേണ്ടി ഒരു ട്രെയിനറെ കൊണ്ടുവരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്കത് കുറച്ചും കൂടി അത് ചെയ്യണം എന്ന് തോന്നി. അപ്പൊ അങ്ങനെ ഞാൻ അവിടെ എന്താ പറയാ അതിൽ കുറച്ച് എഫേർട്ട് കൂടുതലിട്ടു, അത് ചെയ്തു. അതും ഞാൻ ഈ പറഞ്ഞ പോലെ എന്റെ ഡയറക്ടർ എന്താണോ പറയണേ അതിനെ ഞാൻ അതേപടി ഇമിറ്റേറ്റ് ചെയ്യാന്നുള്ളതാണ് ഞാൻ ചെയ്യണേ. അത്രയും നന്നായിട്ട് പറഞ്ഞു തരുന്ന ഡയറക്ടേഴ്സ് ഉണ്ടായത് കൊണ്ട് എനിക്ക് കുറച്ചും കൂടി സിനിമ ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ലായിരുന്നിരിക്കാം. ഇപ്പൊ അപ്പനിലാണെങ്കിലും മരിച്ചേട്ടൻ, അതായത് ഞാൻ പറയുന്ന അതേ മോഡുലേഷൻ, ഞാൻ ചെയ്യുന്ന അതേ കാര്യം മരിച്ചേട്ടൻ എനിക്ക് കാണിച്ചു തരും, അപ്പന്റെ ഡയറക്ടർ. അത് അദ്ദേഹം കാണിച്ചിരുന്നു, ഞാൻ അത് എന്റെ ശബ്ദത്തിൽ അതേപോലെ ചെയ്തു. അത് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് അങ്ങനെയാണ് അപ്പൻ സംഭവിച്ചത്. ആൻഡ് ഈവൻ സിനിമ കഴിഞ്ഞിട്ട് പോലും എനിക്ക് ഈ സ്ക്രിപ്റ്റിനെ പറ്റിയിട്ടോ ക്യാരക്ടർ ഡീറ്റെയിലിങ്ങിനെ പറ്റിയിട്ടോ ഒന്നും വലിയ അറിവില്ല അന്ന്. അപ്പോ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് ആൾക്കാർ ഈ ഷീല ക്യാരക്ടറിന്റെ ലെയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ റിവ്യൂസ് ഒക്കെ തരും, ആ ക്യാരക്ടറിന് ഒരുപാട് ലെയറുകൾ ഉണ്ട് എന്ന്. അപ്പോഴാണ് ഞാൻ ആലോചിക്കണേ എന്ത് ലെയറാണ് ക്യാരക്ടറിനുള്ളത്, എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ എന്നിട്ട് ഞാൻ മരിച്ചേട്ടനോട് പറയുമ്പോൾ മരിച്ചേട്ടൻ പറയാതെ നിനക്ക് അറിയാത്തത് നന്നായാലും നീ ചിലപ്പോ ഓവറാക്കി കൊളാക്കുന്നത്. അപ്പൊ മരിച്ചേട്ടൻ ഞാൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ എന്നോട് പറയുള്ളൂ, കൂടുതൽ പറഞ്ഞാൽ ഞാൻ ചിലപ്പോ കൊളാക്കും. അതെ അതെ. അതേപോലെ മരിച്ചേട്ടന്റെ അടുത്ത് അത് കഴിഞ്ഞിട്ടുള്ള പെരുമാനി എന്നുള്ളൊരു പടം ഞാൻ ചെയ്തു. അപ്പൊ ആ പടത്തിലും എനിക്ക് മരിച്ചേട്ടൻ വിളിച്ചു, ഞാൻ പോയി. എനിക്ക് അതിന്റെ കൂടുതലൊന്നും അറിയില്ല, കുറച്ച് ദിവസമായിരുന്നു എന്റെ ഷൂട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ പടത്തിൽ ഞാനൊരു ചെറിയ ക്യാരക്ടറാ ചെയ്യണേന്ന്. പക്ഷെ പടം മൊത്തം കണ്ടപ്പോഴാണ് ഇത്രയും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ക്യാരക്ടർ ആയിരുന്നു അത് എന്നുള്ളത്. ആൻഡ് ഇപ്പോഴും അതിൽ റംലു എന്നുള്ള ക്യാരക്ടറിന് എനിക്ക് കുറെ മെസ്സേജസ് വരാറുണ്ട്. അത് ഈ പറഞ്ഞ പോലെ അതിലെന്തോ ഞാൻ ഭയങ്കര ലക്കി ആയി, വരുന്ന ക്യാരക്ടേഴ്സ് നന്നായിട്ട് ആവാൻ. That's so nice because ഈ പറഞ്ഞ പോലെ തന്നെ രാധിക ആഗ്രഹിക്കുന്ന പോലെ തന്നെ ചെയ്യുന്ന ക്യാരക്ടർ ഓർത്ത് വെക്കണം എന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഐ തിങ്ക് ദാറ്റ് ഇറ്റ് കൈൻഡ് ഓഫ് ഗോസ് അലോങ് വിത്ത് ദാറ്റ്. ദാറ്റ്സ് ബ്യൂട്ടിഫുൾ. എനിക്ക് അത് ആ ഒരു കാര്യത്തിലെ കുറച്ച് പെർട്ടിക്കുലറാണ്. രാധിക, എന്റെ നെക്സ്റ്റ് ചോദ്യം, ചെയ്തതിൽ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് തോന്നിയ ഒരു കഥാപാത്രം ഏതായിരുന്നു? ചാലഞ്ചിങ് എനിക്ക് തോന്നുന്നു കുറച്ച് ചാലഞ്ചിങ് ആയിരുന്നു. അതെ, ബിക്കോസ് അതൊന്നുമില്ല, നമ്മുടെ ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക എന്നുള്ളൊരു സാധനം തന്നെയാണ്. അത് അയ്യോ അതെങ്ങനെ വരും, അത് ഞാൻ ചെയ്യണോ, അങ്ങനത്തെ ഒക്കെ തോട്ട്സ് നമുക്ക് ഉണ്ടാവുമല്ലോ. നമ്മൾ ചുമ്മാ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഡെഫിനറ്റ്ലി ആ തോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കുഴപ്പമില്ല, സിനിമയായിട്ട് കാണുന്ന ആൾക്കാര് ഉണ്ടാവും എന്റെ ചുറ്റും എന്നുള്ളൊരു വിശ്വാസത്തിൽ ചെയ്താണ്. എനിക്കോട് ആ ഒരു സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഇതിപ്പോ ഏറ്റവും കൂടുതൽ നമ്മൾ യൂഷ്വലി ബോൾഡ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നതും ബോൾഡ് സീനുകൾ ചെയ്യുന്നതൊക്കെ പെണ്ണുങ്ങളായിരിക്കും. അപ്പൊ പെണ്ണുങ്ങളാണ് ബോൾഡ് ആയിട്ട് അഭിനയിച്ചു എന്നൊക്കെ പറയാം. പക്ഷെ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ആണുങ്ങളാണ് കൂടുതൽ ബോൾഡ് ആയിട്ട് അഭിനയിച്ചിട്ടുള്ളത്. സിനിമ കാണുമ്പോൾ നിനക്ക് മനസ്സിലാവും. ആണുങ്ങൾക്കാണ് കുറച്ചും കൂടി ഇതില് ബോൾഡ് ആയിട്ട് ചെയ്യേണ്ടി വന്നത്. പക്ഷെ യെസ്, എനിക്കത് കുറച്ച് ചാലഞ്ചിങ് ആയിരുന്നു. പക്ഷെ അത് ഞാൻ പുറത്ത് കാണിച്ചില്ല എന്ന് മാത്രം. അതെ. ഓക്കെ, ആക്ടിംഗ് പോലെ ആക്ടിങ്ങിനെക്കാട്ടും ഏറ്റവും പാഷനേറ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഡാൻസ് എന്ന് പറയുന്നത്. നൗ യു സ്റ്റാർട്ടഡ് എ ഡാൻസ് സ്കൂൾ ആൻഡ് ഓൾ ഓൾസോ. കൺഗ്രാറ്റുലേഷൻസ് ഓൺ ദാറ്റ്. താങ്ക് യു. ഓക്കെ, സോ ഈ ഡാൻസ് നേരത്തെ പറഞ്ഞു, ഞാനൊരു ഡാൻസർ ആയതുകൊണ്ട് അന്ന് ലൈക്ക് ആ എക്സ്പ്രഷൻസ് കറക്റ്റ് ആയിട്ട് വരാത്തത് കൊണ്ട് റിജക്ട് ചെയ്തു എന്ന് പറഞ്ഞു. ബട്ട് ലൈക്ക് ലെറ്റ് മീ ആസ്ക് യു, ഡാൻസും ഹൗ മച്ച് ഇസ് ഡാൻസ് helped you in your acting career? ഒന്ന്, ഈ ആക്ടിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ ഒരു സാധനമാണ്. നമ്മുടെ മുഖം മാത്രമല്ലല്ലോ അഭിനയിക്കുന്നത്. അപ്പോ ആ ബോഡി നമ്മള് ഡയലോഗ് പറയുമ്പോൾ നമ്മുടെ കൈയും കാലും ഒക്കെ എന്ത് ചെയ്യണം, യാന്ത്രികമായി പോവാതെ എന്ത് ചെയ്യണം എന്നുള്ളതിന്റെ ഒക്കെ ഒരു ബോഡി കൺട്രോൾ ഒക്കെ ഡാൻസ് എനിക്ക് വന്നിട്ടുണ്ട്. അത് ഡാൻസ് ഡാൻസ് പഠിച്ചിട്ടില്ലാത്ത ആൾക്കാര് കുറച്ച് ബുദ്ധിമുട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് അവരുടെ ബോഡി അവർക്ക് എങ്ങനെ യൂസ് ചെയ്യണം എന്ന് അറിയാത്തതിന്റെ ഒരു ഇതെനിക്ക് കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു എന്റെ ബോഡി യൂസ് ചെയ്യാൻ ഞാൻ കുറെ ഇയേഴ്സ് ആയിട്ട് ഡാൻസ് ചെയ്യുന്നത് കൊണ്ട്
അത് എനിക്കൊരു കുഴപ്പമില്ല. ബോഡി എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളൊരു സാധനം എനിക്ക് ആ ഒരു ബോഡിയുടെ നമ്മുടെ ആക്ഷന്റെ ഒരു ഇതുണ്ടാവുമല്ലോ, ഒരു എന്താ പറയാ, ഇപ്പൊ ഇവിടുന്ന് ഒരു ഗ്ലാസ് എടുത്ത് അവിടെ കൊണ്ട് ഇത് വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഈ പാത്രം എടുത്തിട്ട് ഇതിന്റെ കൂടെ ഡയലോഗ് പറയേണ്ടത്. അപ്പൊ ആ കൊറിയോഗ്രഫി ഒക്കെ ഓർത്ത് വെക്കാൻ എനിക്ക് ഈസിയാ. ബിക്കോസ് ഞാൻ മൂവ്മെന്റ് കൊറിയോഗ്രഫി ഞാൻ ഓർക്കുന്നത് കൊണ്ട് എനിക്ക് ഇത് കഴിഞ്ഞിട്ടാണ് ആ ആക്ടിവിറ്റി ചെയ്യേണ്ടത് എന്നുള്ളത് ഓർക്കാൻ ഈസിയാന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ചില സമയത്ത് പാരയാവും കേട്ടോ, മറ്റേ ഐബ്രോസ് ഒക്കെ കിടന്ന് അഭിനയിക്കും. അപ്പൊ പറയും ഇത്ര വേണ്ട. അതിൽ ഈ സിനിമയിൽ ഷൈൻ സാർ ഇതേപോലെ ഒരു സീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എന്റേതായ രീതിയിൽ ആദ്യം ചെയ്യാം. അപ്പൊ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോ ഷൈൻ സാർ എന്നോട് കീചകവധം അസലായിരുന്നു, ഇനി ചെയ്യണ്ടാന്ന്. സാറ് ഇത്ര അഭിനയിക്കണ്ട, ഐബ്രോസ് ഒക്കെ ഒന്ന് താഴട്ടെ, ഇത്രയ്ക്ക് അഭിനയിക്കണം. ഓക്കെ സാർ. രാധിക, നമ്മള് സ്പായിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. ഇനി അപ്കമിങ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ്? കറന്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റുകൾ എന്തൊക്കെയാണെന്ന് കൂടെ ഒന്ന് സംസാരിച്ചു പോയാലോ? ഒന്നുമില്ലടാ, ഇപ്പൊ വേറെ ഏതും ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഇനിയിപ്പോ റേച്ചിലാണ് ഇറങ്ങാനുള്ളത്. ഡേറ്റ് അനൗൺസ് ചെയ്ത് പിന്നെ അത് പോസ്റ്റ്പോൺ ആയതാണ്. പക്ഷെ അത് വരും. റേച്ചൽ നോമ്പൊക്കെ കഴിയുമ്പോഴത്തേക്കും റേച്ചൽ വരും. സോ അത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ്. അത് ഞാൻ ആസ് എൻ ആർട്ടിസ്റ്റ് ഞാൻ എന്നെ അതിലെങ്ങനെയുണ്ട് എന്ന് കാണാനായിട്ട്, അത് നമ്മുടെ ഉദയനാധാരത്തില് സലീം കുമാർ ഇരിക്കണ പോലെ ഞാൻ അഭിമാനം കൊള്ളുന്ന ഒരു പ്രോജക്റ്റ് ആണ് റേച്ചൽ. സോ അത് എനിക്ക് വേഗം ഒന്ന് ഇറങ്ങണം, അത് കാണണം, എല്ലാവരും അത് കാണണം, എന്നെ പ്രിയപ്പെട്ടവരൊക്കെ കണ്ടിട്ട് എന്നെ അഭിനന്ദിക്കണം എന്നൊക്കെ ഞാൻ മാനിഫെസ്റ്റ് ചെയ്യാറുണ്ട്. അടിപൊളി. ദാറ്റ് ഈസ് ഓൾസോ ഒരു ഇതുപോലെ ഒരു ഫീമെയിൽ കോംപ്ലക്സ് ക്യാരക്ടർ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അതിലൊരു ഫീമെയിൽ ഓറിയന്റഡ് സിനിമ എന്നൊന്നുമില്ല, പക്ഷെ അതില് ഒരു ഹീറോന് പ്രാധാന്യമൊന്നുമില്ല. ഒരു ഹീറോയിൻ സെൻട്രിക് മൂവിയാണ്. ഹണിയാണ് അതിൽ ഹീറോയിൻ ആയിട്ട് ചെയ്യുന്നത്. ഹണിയുടെ കൂടെ ഉള്ള ഒരു ക്യാരക്ടറാണ് എന്റെ. സോ അത് ഈ പറഞ്ഞ പോലെ ഇപ്പൊ എന്റെ സിനിമകളിൽ എനിക്ക് വന്നിട്ടുള്ള ക്യാരക്ടേഴ്സിൽ ഏകദേശം എല്ലാ സിനിമകളിലും ഒരേ മീറ്റർ ആയിരിക്കും എന്റെ. പക്ഷെ ഈ സിനിമയിൽ എനിക്ക് കരയാനും ദേഷ്യപ്പെടാനും ചിരിക്കാനും ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സിനിമയാണ്. സോ അതുകൊണ്ട് ഞാൻ അതിൽ കുറച്ചധികം എക്സൈറ്റഡ് ആണ്. അത് കണ്ടിട്ട് എനിക്ക് വേറെ കുറെ ഓഫേഴ്സ് വരും എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. അതെ, അങ്ങനെയൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊന്ന് ഇറങ്ങിയിട്ട് വേണം എനിക്കൊന്ന് അടിപൊളി. എന്തായാലും ഞങ്ങളും കാത്തിരിക്കുകയാണ് ഈ ഒരു സിനിമ കാണാനായിട്ട്. And Radhika, thank you so much for joining with us. It was so lovely talking to you. Thank you. അപ്പൊ ഖത്തറിലെ എല്ലാ മലയാളികൾക്കും എന്റെ എല്ലാ ആശംസകളും നേരുന്നു. Thank you Radhika. Thank you so much. Okay. Alright, എന്നാലും അതോടുകൂടി ഇന്നത്തെ സ്റ്റാർസ് ഓൺ എയർ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത ആഴ്ച ഇതുപോലെ മറ്റൊരു സെലിബ്രിറ്റിയും കുറേയധികം വിശേഷങ്ങളുമായി കേട്ടുമുട്ടാം. Till then, stay tuned and keep listening to Radio Malayalam 98.6. കൂടെ ഉണ്ടായിരുന്നത് RJ തുഷാര.